എല്ലാവർക്കും സ്റ്റഡി വിത്ത് മഹിമ പൗർണമി എന്ന് പറയുന്ന ഒരു ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് തൊട്ട് ഇവിടെ തുടങ്ങാൻ പോകുന്നത് ഡിഗ്രി ലെവൽ PSC എക്സാംസിന് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ ഡിഗ്രി ലെവൽ PSC എക്സാമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത് ഏത് ബുക്കിൽ നിന്നാണ്? ലക്ഷ്മികാന്ത് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ്. അതിൽ നിന്നാണ് ചോദ്യങ്ങളും കടന്നു വരുന്നത്. പിന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സും കയറി വരും. ഓക്കെ, കറണ്ട് അഫയേഴ്സ് നമ്മളുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടും. ബാക്കി നമ്മുടെ ഇന്ത്യൻ പൊളിറ്റി അത് നമുക്ക് ഈ ഒരു സീരീസ് വഴി നമുക്ക് ഇന്ത്യൻ പൊളിറ്റി കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. സ്റ്റഡി വിത്ത് മഹിമ പൗർണമി എന്ന് തന്നെയാണ് ടെലഗ്രാം ചാനലിന്റെ പേര്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ടാവും, നോട്ട്സ് അവിടെ ഉണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2 ലൈബ്രറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 7th 10th ലെവൽ ലൈബ്രറിയും നമ്മുടെ ഡിഗ്രി ലെവൽ ലൈബ്രറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 10th 7th ക്ലാസ്സുകളും നമ്മുടെ ചാനൽ വഴി തന്നെ കിട്ടും. അത് നിങ്ങൾക്ക് അതിന്റെ നോട്ട്സുകളും നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ആ പറയുന്ന ലൈബ്രറിയിൽ അവൈലബിൾ ആയിരിക്കും. ഡിഗ്രി ലെവൽ ക്ലാസിന്റെ ലിങ്കും അതിന്റെ നോട്ടുകളും ഡിഗ്രി ലെവൽ ലൈബ്രറിയിലും അവൈലബിൾ ആയിരിക്കും. കോമൺ ആയിട്ട് നമ്മുടെ ചാനൽ വഴി നടക്കുന്ന ഈ പറയുന്ന ബാച്ചിലെ ഫുൾ ക്ലാസ്സുകളും നമ്മുടെ സ്റ്റഡി വിത്ത് മഹിമ പൗർണമി എന്ന് പറയുന്ന ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും എത്രയും വേഗം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹായ് കൂട്ടുകാരെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ലക്ഷ്മികാന്ത് ഇന്ത്യൻ പൊളിറ്റിയുടെ ഫസ്റ്റ് പാർട്ടാണ്, ആദ്യത്തെ പാർട്ടാണ്. മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക് തൊട്ടാണ് നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ തൊട്ട് തുടങ്ങാം. ഓക്കെ, അപ്പൊ ആദ്യം ഇന്നൊരു ചെറിയ ക്ലാസ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഇൻട്രോ ആയതുകൊണ്ട് ചെറിയ ക്ലാസ് ആണ് എടുത്തേക്കുന്നത്. നല്ല രീതിയിൽ വൃത്തിക്ക് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഡിമാൻഡ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഡിമാൻഡ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. It was in 1934 that the idea of a constituent assembly for India was put forward for the ഫസ്റ്റ് ടൈം ബൈ M.N. റോയ്. ഇതെല്ലാം നമുക്ക് സാധാരണ ഒരു ജനറൽ PSC പഠിക്കുന്നവർക്ക് തന്നെ അറിയാവുന്ന ഒരു പോയിന്റ് ആണ്. ഏത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം, അങ്ങനെ ഒരു ഐഡിയ ആദ്യം കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ M.N. റോയ് ആണ് അല്ലെ. M.N. റോയ് ആണ് 1934 എന്ത് കൊണ്ടുവന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നൊരു ആശയം കൊണ്ടുവന്നത്. ഇദ്ദേഹത്തെ നമ്മൾ എന്താ പറയുന്നത്? പൈനിയർ ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുൻഗാമി അല്ലെങ്കിൽ എന്താണ് തുടക്കക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ M.N. റോയ് എന്ന് പറയുന്നത്. അപ്പൊ മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും യൂസ്ഫുൾ ആവാൻ വേണ്ടി 2 രീതിയിൽ നമ്മൾ കണ്ടന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള എക്സാം എഴുതുകയാണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത എന്താണ്? അത് കഴിഞ്ഞിട്ട് 1935 വന്നു. ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഒഫീഷ്യലി ഡിമാൻഡ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ടു ഫ്രെയിം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ M.N. റോയ് ആണ് ആദ്യം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണം എന്നൊരു ആശയം കൊണ്ടുവന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമുക്ക് വേണമെന്ന്, അതിനൊരു ഫ്രെയിം ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആവശ്യമുണ്ടെന്ന് നമ്മുടെ INC പറഞ്ഞത് എന്നാണ്? അത് 1935 അപ്പൊ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത് 1935 പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ ഒരു ഭരണഘടനാ അസംബ്ലി വേണമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. ഓക്കെ അല്ലേ? അടുത്ത 1938 എന്ത് സംഭവിച്ചു? നമ്മുടെ ജവഹർലാൽ നെഹ്റു on behalf the INC declared that the constitution of free India must be framed without outside interference by a constituent assembly elected on the basis of adult ഫ്രാഞ്ചൈസ്. എന്താ പറഞ്ഞേക്കുന്നത്? 1938 ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ INC എന്ത് തീരുമാനിച്ചു? നമ്മുടെ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ആയിട്ട് ആവശ്യമുണ്ട്. അത് എന്താണ്? എക്സ്റ്റേണൽ. അതായത് 1938 എന്ന് പറയുമ്പോൾ ആ സമയത്ത് എക്സ്റ്റേണൽ ആരാ ഇവിടെ ഉള്ളത്? ബ്രിട്ടീഷുകാരാണുള്ളത്. അപ്പൊ അവരുടെ ഒന്നും ഇന്റർഫറൻസ് ഇല്ലാതെ നമുക്ക് സ്വന്തമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. എന്തിന്റെ ബേസില്? എന്താണ്? തെരഞ്ഞെടുക്കപ്പെട്ട അഡൾട്ട് ഫ്രാഞ്ചൈസ്, അതായത് 18 വയസ്സിൽ നമ്മുടെ ആ അഡൾട്ട് ഫ്രാഞ്ചൈസ്
ഫ്രാഞ്ചൈസ് അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ചേർന്നിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. 1938 ജവഹർലാൽ നെഹ്റു INC പ്രതിനിധീകരിച്ച് സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന മുതിർന്നവരുടെ ഫ്രാഞ്ചൈസിൽ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണഘടനാ അസംബ്ലി ബാഹ്യ ഇടപെടലുകൾ ഇല്ലാതെ രൂപപ്പെടുത്തണമെന്ന് പ്രഖ്യാപിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? ഫൈനലി അക്സെപ്റ്റ് ചെയ്തു. ആര് അക്സെപ്റ്റ് ചെയ്തു? നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്തു. വാട്ട് ഈസ് നോൺ ആസ് ദ ഓഗസ്റ്റ് ഓഫർ. 1940 ഓഗസ്റ്റ് ഓഫറിനെയാണ് എന്ത് പറഞ്ഞേക്കുന്നത്? ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം എന്ന് പറഞ്ഞപ്പോ എന്താണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് അംഗീകരിച്ചു. എങ്ങനെ അംഗീകരിച്ചു? ഓഗസ്റ്റ് ഓഫറിലൂടെ അംഗീകരിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഡിമാൻഡ് അവസാനം ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിച്ചത് എങ്ങനെയാണ്? ഓഗസ്റ്റ് ഓഫറിലൂടെയാണ്. ഓഗസ്റ്റ് ഓഫർ എന്നാണ്? 1940. In 1942, Sir Stafford Cripps, as a member of cabinet, came in India with a draft proposal of British government on the framing of an independent constitution to be adopted after the വേൾഡ് വാർ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഇതിനു ശേഷം ഇതിനു വേണ്ടി ആര് വന്നു? ബ്രിട്ടീഷുകാര് ആരെ നിയമിച്ചു? സ്റ്റഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന ഒരാളെ, അയാളുടെ നേതൃത്വത്തിൽ കുറച്ച് ആൾക്കാരെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടു. എന്നാണ്? 1948. എന്തിനു വേണ്ടിയാ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി, അവരുടെ സഹായത്തോടെ ചെയ്യാൻ വേണ്ടി. അവർ അംഗീകരിച്ച് അവരുടെ സഹായത്തോടെ ചെയ്യാൻ പറ്റും, അല്ലാതെ പൂർണ്ണമായിട്ടുള്ള അധികാരമൊന്നും ഇന്ത്യക്കാർക്ക് തരൂല. അത് എപ്പോ ഉണ്ടാക്കാന്നാ പറഞ്ഞേക്കുന്നത്? വേൾഡ് വാറിന് ശേഷം നിർമ്മിക്കാം എന്ന് പറഞ്ഞു. 1940 ഓഗസ്റ്റ് ഓഫർ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആവശ്യം ഒടുവിൽ എന്താണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മുടെ ഈ ആവശ്യം ഒടുവിൽ അംഗീകരിച്ചു. ഓഗസ്റ്റ് ഓഫറിലൂടെ ഈ ആവശ്യം അംഗീകരിച്ചു. 1942 ക്യാബിനറ്റ് അംഗമായിട്ടുള്ള സ്റ്റഫോർഡ് ക്രിപ്സ് ബ്രിട്ടീഷ് സർക്കാരിന്റെ കരട് നിർദ്ദേശവുമായി ഇന്ത്യയിലെത്തി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു സ്വതന്ത്ര ഭരണഘടന രൂപീകരിക്കാം എന്നാണ് സ്റ്റഫോർഡ് ക്രിപ്സ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രിപ്സ് പ്രൊപ്പോസൽ ആര് റിജക്ട് ചെയ്തു? നമ്മുടെ മുസ്ലിം ലീഗ് റിജക്ട് ചെയ്തു. മുസ്ലിം ലീഗ് ഇത് അംഗീകരിച്ചില്ല. which want India to be divided into 2 autonomous states with 2 separate constituent assemblies. അവരുടെ ആവശ്യം എന്തായിരുന്നു? ഇന്ത്യനെ 2 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സ്വതന്ത്രമായിട്ട് അധികാരമുള്ള 2 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ ആവശ്യം. എന്താണ്? ക്രിപ്സ് നിർദ്ദേശങ്ങൾ മുസ്ലിം ലീഗ് നിരസിച്ചു. ഇന്ത്യ 2 വ്യത്യസ്ത ഘടക അസംബ്ലി, ഘടക എന്നൊന്നും പറയണ്ട, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെയാണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുള്ള 2 സ്വയംഭരണ സംസ്ഥാനങ്ങളായി വിഭജിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവരത് റിജക്ട് ചെയ്തത്. അപ്പൊ ഫൈനലി ആര് വന്നു? അതിനുശേഷം നമ്മുടെ ക്യാബിനറ്റ് മിഷൻ വന്നു. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു അല്ലെ? അപ്പൊ അവസാനം ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. While rejected the idea of 2 constituent assemblies, it put forth a scheme for the constituent assembly which more or less satisfied the മുസ്ലിം ലീഗ്. എന്താ പറഞ്ഞേക്കുന്നത്? ഇവരുടെ ആ ആവശ്യം, അതായത് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന് പറയുന്ന ആവശ്യമൊന്നും പൂർണ്ണമായിട്ട് അംഗീകരിച്ചില്ല എങ്കിൽ പോലും അവർക്ക് എന്താണ്, കൂടുതലോ കുറവോ സാറ്റിസ്ഫാക്ഷൻ എന്താണ്, ഒരു മീഡിയം രീതിയിൽ, കൂടുതലോ കുറവോ ആവാത്ത രീതിയിൽ അവരെയും കൂടെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഭരണഘടന ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചു. ഇങ്ങനെ 2 ഭരണഘടനാ അസംബ്ലികൾ എന്ന ആശയം അത് നിരസിച്ചപ്പോൾ മുസ്ലിം ലീഗിനെ ഏറെക്കുറെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സ്കീം ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ ഭരണഘടനാ അസംബ്ലി മുന്നോട്ട് വെച്ചു. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങുകയാണ്. ബേസ് തൊട്ട് പഠിക്കുന്നവർ കാണും, അങ്ങ് നല്ല രീതിയിൽ പഠിച്ചിട്ടിരിക്കുന്നവരും കാണും. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടണ്ടേ? അപ്പൊ നമുക്ക് ബേസ് തൊട്ട് വൃത്തിയായിട്ട് പഠിച്ചു പോകാം. ഒരു നിർബന്ധവും ഇല്ല. പയ്യെ പയ്യെ പഠിച്ചാലും നമുക്ക് ലക്ഷ്യത്തിലെത്തണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഹു ഫസ്റ്റ് പ്രപ്പോസ് ദ ഐഡിയ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണോ, MN റോയ് ആണോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ, നൺ ഓഫ് ദി എബോ ആണോ? ഏതാണ് ഉത്തരം? നിങ്ങളുടെ ഉത്തരം ഏതാന്ന് വെച്ചാൽ വേഗം കമന്റ് ചെയ്യുക. ഏതാണ് ഉത്തരം? ഞാൻ ഉത്തരം പറയാനായിട്ട് പോവുകയാണ്. ഏതാണ്? MN റോയ് ആണ്. നിങ്ങൾക്ക് ഉത്തരം പറയാൻ കുറച്ച് സമയം വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഉത്തരം കമന്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ചോദ്യം, in which year did the Indian National Congress officially demand a constituent assembly for the
ഫസ്റ്റ് ടൈം ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഫീഷ്യലി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണോ പറഞ്ഞത് എന്നാണ്? 1934 35 38 നൺ ഓഫ് ദ എബോ ആണോ? ഏതാണോ ഉത്തരം പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക, എന്നിട്ട് ബാക്കി ക്ലാസ് കാണുക. ഓക്കെ, ഏതാണ്? 1935 നമ്മൾ പഠിച്ചില്ലേ? Which British proposal for Indian independence was rejected by the Muslim League due to its demand for a separate constituent assembly? എന്തിനാണ് മുസ്ലിം ലീഗ് നിരസിച്ചത്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആ ഒരു ഡിമാൻഡ് അംഗീകരിക്കാഞ്ഞതിനാൽ. ഏതിനെയാണ് നിരസിച്ചത്? ഓഗസ്റ്റ് ഓഫറിനെയാണോ, ക്രിപ്സ് മിഷനെയാണോ, ക്യാബിനറ്റ് മിഷനെയാണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ് ഉത്തരവായിട്ട് വരുന്നത്? വേഗം കമന്റ് ചെയ്യുക. ഏതാണ്? ക്രിപ്സ് മിഷൻ ആണ് കേട്ടോ. ക്രിപ്സ് മിഷൻ. The leader of Indian National Congress who declared that the Constitution of Free India should be framed by Constituent Assembly elected on the basis of adult franchise. അഡൾട്ട് ഫ്രാഞ്ചൈസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ഇലക്ട് ചെയ്യപ്പെട്ട ആൾക്കാരായിരിക്കണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട ലീഡർ ആരാണ്? MN റോയ് ആണോ, ജവഹർലാൽ നെഹ്റു ആണോ, സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണോ, നൺ ഓഫ് ദ എബോ ആണോ? ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ്. റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. The Cripps Mission was a significant step towards Indian independence. Assertion ആണ് പറഞ്ഞേക്കുന്നത്. അടുത്ത റീസൺ എന്താണ്? The Cripps proposal offered substantial power of self-governance to India. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണോ താഴെയുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ബോത്ത് A and R true, രണ്ടും ശരിയാണ്. R is the correct explanation of A. അപ്പൊ R എന്ന് പറഞ്ഞാൽ എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. രണ്ടാമത്തത് ബോത്ത് രണ്ടും കറക്റ്റ് ആണ്. പക്ഷെ R എന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അടുത്ത പറഞ്ഞിരിക്കുന്ന A ശരിയാണ്, R തെറ്റാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ A തെറ്റാണ്, R ശരിയാണ്. ഏതാണ് നിങ്ങളുടെ ഉത്തരം? കമന്റ് ചെയ്യുക. ഏതാണ്? A ആണ് ഉത്തരമായിട്ട് വരുന്നത്. രണ്ടും ശരിയാണ്. എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് R. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാല്, നമ്മുടെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആര് ക്ലാസ് എടുത്താലും ഓരോ എഡ്യൂക്കേറ്റേഴ്സ് അവർ സ്വന്തമായിട്ട് അവരുടെ ഇഷ്ടത്തിനാണ് വിട്ടുകൊടുത്തേക്കുന്നത്. അപ്പൊ ആര് നിങ്ങൾക്ക് ക്ലാസ് എടുത്താലും നിങ്ങൾ ആരുടെ ക്ലാസ് ആണോ ഫോളോ ചെയ്യുന്നത് അവരുടെ ക്ലാസ്സിൽ നിന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിടണം. ഒരു ചോദ്യം എങ്കിലും ക്രിയേറ്റ് ചെയ്തിടണം. അത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കരുത്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇതിൽ മൂന്നിൽ ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, എത്ര ചെറിയ ടോപ്പിക് ആണെങ്കിലും അതിൽ നിന്ന് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എത്രയും വേഗം ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് തന്ന ഈ ഒരു ആക്ടിവിറ്റിയും കൂടെ ചെയ്തു തീർക്കാം. നമ്മൾ ഒരാഴ്ച പഠിക്കുന്ന കാര്യങ്ങൾ സൺഡേ ഒരു എക്സാം ആയിട്ട് നടത്തും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വരിക. പഠിച്ചു വരുന്നതിനനുസരിച്ച് നിങ്ങൾ ഇടുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ ആവും സൺഡേ ചിലപ്പോൾ എക്സാം വരിക. ചിലപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് സെപ്പറേറ്റ് ഒരു മോക്ക് എക്സാം പോലെ നടത്താം കേട്ടോ. അപ്പൊ എന്തായാലും ഫോളോ ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നവര് ഇന്ന് ഇവിടം തൊട്ട് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വരിക കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.